നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്ന് കാണിച്ച് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേർന്നു. ബൽറാം, എന്താണ് വിവരങ്ങൾ? എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകരെ കടത്തിവിടാത്തതെന്നാണ് അവർ പറയുന്നത്? കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്ത് നിന്നും BJP ആസ്ഥാനത്തേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡുകൾ നിരത്തി ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഹാജരാക്കുന്ന കോടതി, റോസ് അവന്യൂ കോടതി സ്ഥിതി ചെയ്യുന്നതും ആം ആദ്മി പാർട്ടി ഓഫീസിന് സമീപമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല DDU മാർഗിലെ പലയിടങ്ങളിലായി പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്. പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് പരിശോധന നടത്തുമ്പോൾ പാർട്ടി പ്രവർത്തകരെ പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നും പാർട്ടി ആസ്ഥാനം ഡൽഹി പോലീസ് സീൽ ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിനെ ചോദ്യം ചെയ്തുമാണ് ആം ആദ്മി പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. അതേസമയം ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം, ഈ മേഖലയിലെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും ഈ മേഖലയിൽ എല്ലാം തന്നെ നിരോധനാജ്ഞ നിലവിലുണ്ട് എന്നുമാണ് ഡൽഹി പോലീസ് വിശദീകരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.